നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തുറാനും പോണ്ട, കുഴിച്ചു മൂടാനും പോണ്ട എന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ചിലർ അങ്ങനെയല്ല, ഇത് രണ്ടും ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ഭരണസമിതി ഒരു നല്ല തീരുമാനം എടുത്തു. 3 കോടി 5 കോടി 50 കോടിയൊക്കെ എടുത്ത് മുടക്കി, 3 കോടി മുടക്കുന്നതിന് 30 കോടി ഉണ്ടാക്കി കൊടുക്കാം, 5 കോടി മുടക്കുന്നതിന് 50 കോടി ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചാടിച്ച് സിനിമകൾ എടുക്കാൻ വരും. ഒരു നിർമ്മാതാവിനെ ചാടിച്ച് എന്താ പറയുക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്ട്രേഷന് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ കടമ്പ. അത് കഴിഞ്ഞാൽ കാര്യങ്ങളങ്ങ് പോകും. കാരണം അവിടെ തന്നെ 2 ലക്ഷം രൂപയോളം ചിലവാകും. പക്ഷെ അവിടെ വരുമ്പോൾ അവിടെയുള്ള സീനിയറായ നിർമ്മാതാക്കൾ കുറേ പേര് സ്ഥിരമായി അവിടെ വന്നിരിക്കും. അവർ പറയും, നിങ്ങൾ ഈ പടം ഇങ്ങനെ ഈ വായി നോക്കി വെച്ചെടുത്താൽ ഇത് തിയേറ്റർ കളിക്കാൻ ഏതെങ്കിലും തിയേറ്ററുകാരെ സമ്മതിക്കുമോ? ഇനി തിയേറ്ററുകാരൻ സമ്മതിച്ചെന്ന് വെച്ചോളൂ, ആരെങ്കിലും കാണാൻ വരുമോ? ഇത് നിങ്ങൾ DVD ആയിട്ട് ഇറക്കാനോ അല്ലെങ്കിൽ OTT കൊടുക്കാനോ സാറ്റലൈറ്റ് കൊടുക്കാൻ ചെന്നാൽ ആരെങ്കിലും എടുക്കുമോ? നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, ഇവിടുത്തെ വലിയ വമ്പൻ ഹിറ്റുകൾ എടുത്ത പല സംവിധായകരുടെയും സിനിമകൾ സാറ്റലൈറ്റ് കച്ചവടമോ OTT പോകാതെ പെട്ടിയിലിരിക്കുകയാണ്. അകാല ചരമമടഞ്ഞ ഒരുപാട് സിനിമകളുണ്ട്, എനിക്കറിയാം. ഇങ്ങനെയൊക്കെ അവർ പറയും. അങ്ങനെ പറയുമ്പോൾ ഈ വരുന്ന നിർമ്മാതാവ് ചിലപ്പോൾ അവിടെ വെച്ച് വലിയും. അങ്ങനെ ഒരുപാട് പരാതികൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന കടൽ കിഴവന്മാർ നമ്മളൊരു പ്രൊഡ്യൂസറൊക്കെ ഒപ്പിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ഈ സിനിമ എന്തിനെടുക്കുന്നത് എന്ന് ചോദിച്ച് എൻ്റെ പ്രോജക്റ്റ് പോയി. ഞാൻ പറയാം, അത് നല്ലതല്ലേ? നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എന്തിനെടുക്കുന്നു എന്ന് ആലോചിക്കണ്ടേ? ഒന്നിലൊരു നല്ല സിനിമയായിരിക്കണം. മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കാവുന്ന മൈൽ സ്റ്റോൺ ആവുന്ന ഒരു സിനിമ. ഇല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ കാശെങ്കിലും തിരിച്ച് കിട്ടാവുന്ന ഒരു സിനിമയായിരിക്കണം. ഇപ്പോൾ ഏറ്റവും ലോ ബഡ്ജറ്റിലെടുത്താലും ഏറ്റവും ഹൈ ബഡ്ജറ്റിലെടുത്താലും മലയാള സിനിമയിൽ മുടക്കുമുതലും ലാഭമൊക്കെ കിട്ടും. ഇതിനിടയിൽ എടുക്കുന്നവരുടെ പടങ്ങളാണിപ്പോൾ വീണു പോകുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തു. അവർ പറയുന്നത് താരങ്ങൾ എത്ര രൂപ വാങ്ങുന്നു, എന്നിട്ട് അയാൾ അഭിനയിച്ച അല്ലെങ്കിൽ അവൾ അഭിനയിച്ച സിനിമ എത്ര തിയേറ്ററിൽ നേടുന്നു എന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണല്ലോ റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് പിറ്റേ മാസം പുറത്തു വിട്ടത്. എത്ര രൂപ കിട്ടിയെന്ന് അത് വലിയ കോലാഹലമായി. ഇവിടെ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നവനും പിന്നെ എടുക്കുന്ന പടങ്ങളെല്ലാം മൂലം കുത്തി വീഴുകയൊക്കെ ചെയ്യുന്നവർ ഉടക്കി. ഞങ്ങളെ പടത്തിൻ്റെ കളക്ഷൻ പറയാൻ പറ്റില്ല, ഞങ്ങളുടെ പൈസ ഇഷ്ടം പോലെ കളയും, അതിന് നിങ്ങൾക്ക് എന്ത് എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പുതിയ ഭരണസമിതി അവരുടെ ആദ്യ എക്സിക്യൂട്ടീവായിരുന്നു ഇന്നെന്ന് തോന്നുന്നു. അവർ തീരുമാനമെടുത്തു, സിനിമ തിയേറ്ററിൽ എത്ര കളക്ഷനായി എന്നുള്ളത് ഇനി പുറത്ത് വിടണ്ട, കട്ടയും പടവും മടക്കി. 3 മാസം എന്താണ് അവർ ആ കണക്ക് പുറത്തു വിട്ടത്. ആ 3 മാസം വിവാദങ്ങളുടെ കോലാഹലമായിരുന്നു. 3 കോടിയൊക്കെ മുടക്കിയെടുത്ത പടത്തിന് 30,000 രൂപ പോലും കിട്ടാതെ, അതായത് മൈദാമാവ് പോസ്റ്റർ ഒട്ടിക്കാനുള്ള മൈദാമാവ് വാങ്ങുന്ന പൈസ പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് പുറത്ത് വിടണ്ട എന്ന് തീരുമാനിച്ചു. നോക്കാം, കുറച്ച് ദിവസത്തേക്ക് പുറത്ത് വിടണ്ട. ഇപ്പം തന്നെ വമ്പൻ താരങ്ങളുടെ ഡേറ്റ് കിട്ടുന്നവന്മാർ മാത്രം സിനിമയിൽ നിന്നാൽ മതിയോ? അങ്ങനെയുള്ള ഡേറ്റുകൾ കിട്ടുന്നതുകൊണ്ടാണ് ലിസ്റ്റൻ സ്റ്റീഫനൊക്കെ ഈ കൊച്ചു പടങ്ങളുടെ കളക്ഷൻ പുറത്ത് വിട്ട് അവരെ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു പെണ്ണുമ്പിള്ള, പർദ്ദയൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു പെണ്ണുമ്പിള്ള പ്രശ്നം ഉണ്ടാക്കിയല്ലോ. നന്നായി എന്ന് ഞാൻ പറയും. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇതൊന്നും പുറത്ത് വിടണ്ട, നല്ല അടി കിട്ടട്ടെ കുറച്ച് പേർക്ക്. അത് കൊണ്ട് പൊളയുമ്പോൾ അവിടെ പരാതിയായിട്ട് വരുമല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി, നീയൊക്കെയല്ലേ കണക്ക് വിടണ്ട എന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞങ്ങൾ കണക്ക് വിടുന്നില്ല, നിൻ്റെയൊക്കെ അമ്മേരെ വിധി പോട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വിടുക. അത്രേ ഇതിൽ ഇപ്പോൾ തൽക്കാലം ചെയ്യാനുള്ളൂ. എന്തായാലും ലിസ്റ്റനും രാകേഷും എല്ലാം കൂടി അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന നല്ല കുറേ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ലിസ്റ്റൻ ലീവ് എടുത്തൊന്നും പൊക്കളയരുത്. കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം സംഘടനയ്ക്ക് വേണ്ടി. കാരണം അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, 3 വർഷം കഴിഞ്ഞൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ശത്രുക്കൾക്ക് ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റാത്ത രീതിയിൽ സുദീർഘമായ ഭരണം നിങ്ങൾ കാഴ്ചവെക്കണമെന്ന് മുൻകൂട്ടി ഞാൻ ആശംസിക്കുന്നു. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എറണാകുളത്തെ ഒരു വായി നോക്കി കോലും കൊണ്ട് നിങ്ങളെ കിണ്ടാൻ വരുമ്പോൾ നിങ്ങളെ പേര് കേസ് കൊടുത്ത മറ്റവളില്ലേ നിർമ്മാതാവ്, അവൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാവൂ, മറുപടി പറയരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് ചകഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാലും പറയരുത്. കാരണം
സിനിമയെ തന്നെ തുലയ്ക്കാൻ, സിനിമാ സംഘടനകളെയും സിനിമകളെയും തുലയ്ക്കാനായി നടക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട്. അതിൻ്റെ അപ്പോസ്തലനാണ് ഞാൻ ഈ പറഞ്ഞ ആൾ. ഇവരെയൊന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലേക്ക് കയറ്റരുത്. ഞാനെന്തായാലും വരില്ല. ഞാൻ നിങ്ങളുടെ അമ്മയുടെ FFKയുടെ ഒന്നും ഓഫീസിൽ വരില്ല. അല്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ അറിയാം, കിട്ടും. അതുകൊണ്ട് ഞാൻ വരില്ല. പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാതെ യൂട്യൂബർമാരെ ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ കാണുന്നിടത്ത് വെച്ച് തോന്നും പോലെ ഒന്നും പറയാതിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പോട്ടെ. നമസ്കാരം. വടി കൊടുത്ത് അടി വാങ്ങുന്നവർ നമ്മുടെ ചുറ്റിനും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലും രാഷ്ട്രീയത്തിലും വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാങ്കൂട്ടം തന്നെ ഇപ്പോൾ വടി കൊടുത്തിട്ടാണല്ലോ അടി വാങ്ങിച്ചത്. എന്ത് പച്ചയ്ക്കാണ് ഗർഭചിത്രവും നിന്നെ സെക്കൻഡുകൾ കൊണ്ട് നിന്നെ കൊല്ലാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അടി വാങ്ങിച്ചത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാറിൽ വരുമ്പോൾ VD സതീശൻ പറയാണ് BJPയുടെയും CPMൻ്റെയും ഒരുപാട് അണ്ടർഗ്രൗണ്ട് രഹസ്യങ്ങൾ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ വാരി വെതറി 2 ദിവസത്തിനകം ഇങ്ങിട്ടുകളയെന്നൊക്കെ പറയും. ഇനി അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ പോകണമെന്ന് അറിയില്ല. ഞാൻ പറയുന്നേ അങ്ങനെ ഒരു ശുദ്ധി വലശ എല്ലാ പാർട്ടികളിലും നടക്കട്ടെ. എന്തായാലും പിണറായി വിജയനെ പറ്റി പറയാനുള്ള ഒന്നും കാണില്ല, ഇതുപോലുള്ള ഗോസിപ്പൊന്നും കാണില്ല. അതിലുള്ള ഏതെങ്കിലും ഞരമ്പുകളുടെ കഥയുണ്ടെങ്കിൽ പറ. ഇപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാണം കെടുന്നത് മുകേഷിൻ്റെ ഒരൊറ്റ ഇതിലാണല്ലോ. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉള്ള എല്ലാ സിനിമാക്കാരും എന്നെ വ്യഭിചരിച്ചെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മഹതി ഇപ്പോൾ അഴിക്കകത്ത് കിടക്കണേ മദ്രാസിൽ. അവർ കൊടുത്ത ഒരു തല്ലുപൊളി കേസ് വെച്ചിട്ടാണല്ലോ മുകേഷ് നാറിയത്. പക്ഷേ മുകേഷ് ആലോചിക്കണമായിരുന്നു, ഞാനൊരു MLA ആണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ആണ്, O മാധവൻ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ്റെ മകനാണ്. എൻ്റെ പേര് കളങ്കമാക്കിയാൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ പാർട്ടിക്കും ഒക്കെ ദോഷമാണെന്ന് കരുതണമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം അതിൽ ശുഷ്കാന്തി കാണിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഈ പെണ്ണുപിള്ള നിങ്ങളുടെ പേരും എടുത്തിട്ടത്. പക്ഷേ മലയാളി വിശ്വസിക്കുന്നതല്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ആടർ ഗോപാലകൃഷ്ണ സാറും MT വാസുദേവൻ നായർ സാറും മധു സാറും ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാ മലയാള സിനിമയിലുള്ളവരും എന്നെ ഉപയോഗിച്ചേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാത്സ്യായൻ്റെ കാമസൂത്രത്തിലുള്ളതിനേക്കാളും പണി അറിയാവുന്നവരാണ് മലയാള സിനിമയിലുള്ളത്. എന്നെ അതിനുവേണ്ടി ഒരു പരീക്ഷണ വസ്തുവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ പോക്സോ കേസിൽ അകത്ത് കിടക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത സ്വന്തം അമ്മയുടെ അനുജത്തിയുടെ മകളെ അണ്ണാച്ചിമാർക്ക് വിൽക്കാൻ കൊണ്ടുപോയിട്ട് വെട്ടിലായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹതി പറയുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സതീശൻ നാളെ പുറത്തു വിടാൻ പോണത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വടി കൊടുത്ത് അടി വാങ്ങുന്നവർ രാഷ്ട്രീയത്തിലുമുണ്ട്, സിനിമയിലുമുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് പറയുന്ന കഥയിൽ വടി കൊടുത്തതാര്, അടി വാങ്ങിയതാര് എന്ന് കാണുന്ന നിങ്ങൾക്ക് വിലയിരുത്താമെന്ന് ഞാൻ പറയും. ഞാനൊരാളെയും നിങ്ങളാണ് വടി കൊടുത്തതെന്നോ നിങ്ങളാണ് അടി വാങ്ങിച്ചതെന്നോ ഞാൻ പറയില്ല. ഞാൻ അതും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. എല്ലാ കുറ്റവും കുറവുകളും തീർന്നവരായി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞും ശ്വാസം നിലച്ചവരും മാത്രമേ ഉള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. ബാക്കി എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ടെന്നേ. നമ്മൾ മഹാത്മാഗാന്ധിജി പോലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒരു സാധാ മനുഷ്യനായി പോയ സന്ദർഭങ്ങളുണ്ട്. കസ്തൂർബ ഗാന്ധിയെ അടിക്കുകയും ഭാര്യയെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അപ്പം പിന്നെ നമ്മളെപ്പോലുള്ള അല്പപ്രാണികൾ തെറ്റുകളും കുറവുകളും ഒക്കെ ഉള്ളവരായിരിക്കും. അത് മനസ്സിലാക്കി തിരുത്തുന്നവരാണ് ബുദ്ധിയുള്ളവരെന്ന് ഞാൻ പറയും. തൻ്റെ കുറവ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നവർ തുലവും കുറവാണ്, പ്രത്യേകിച്ച് സിനിമയിൽ. ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചിന്തിക്കാനുള്ള പ്രാപ്തിയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ ഇന്നലെകൾ അറിയാവുന്നവർ ഒരുപാട് എൻ്റെ സഹപ്രവർത്തകരായി ഉണ്ടെന്ന സത്യം ഭൂരിപക്ഷം സിനിമാക്കാരും ഓർക്കാറേയില്ല. അതാണ് സത്യം. എൻ്റെ ഇന്നലെകൾ, ഞാൻ വന്ന വഴികൾ, ഞാനുണ്ടാക്കിയ കഥകൾ ഒക്കെ അറിയാവുന്നവർ ഈ ഫീൽഡിലുണ്ട് എന്ന് ചിന്തിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. ഞാൻ ഫീൽഡിൽ വരുമ്പോഴേ സ്വർണ്ണ കറണ്ടിയുമായി വന്നവനാണ് അല്ലെങ്കിൽ വന്നവളാണ് എന്ന് പലരും സ്വയം വിശ്വസിക്കും. ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ആരുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ പൊസിഷനിൽ ഞാനിരിക്കുമ്പോൾ, എനിക്ക് ദൈവം തന്ന ഭാഗ്യമെന്ന് വെച്ചോളൂ, ആ പൊസിഷനിൽ ഞാനിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ മാന്യത കാണിക്കണം എന്ന ബോധം നമുക്ക് തന്നെ സ്വയം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ തുള്ളി
കൊടുങ്ങല്ലൂർ ഭരണി പോലെ തുള്ളിക്കളിച്ച കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നല്ലോ. അവർ രാത്രി ഉറങ്ങാൻ നേരത്ത് സ്വയം ആലോചിച്ചാൽ മതി, ഞാൻ ഇന്ന് അവിടെ കിടന്ന് കാണിച്ച അട്ടഹാസം അത് കാണിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? എൻ്റെ ഇന്നലത്തെ ഫ്ലാഷ് ബാക്കുകൾ അറിയാവുന്ന ഒരുപാട് പേരില്ലേ? ഭർത്താവുള്ളപ്പം തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ സിനിമയിലോടുന്ന ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കാം, ഒന്ന് ശരിയാക്കി തരുമോ എന്നൊരു സംവിധായകനോട് ചോദിച്ചത് എനിക്കറിയാം. ഒരു 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 കൂതറ, നല്ല പയ്യൻ, അവരെക്കാൾ 8-10 വയസ്സിന് പ്രായക്കുറവുള്ള ആളാണ്. ഞാൻ അവനെ കെട്ടട്ടെ എന്ന് സംവിധായകനോട് ചോദിച്ചു. ഞാനിതിൽ പറഞ്ഞാൽ കൂടിപ്പോകും. ഇത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഈ സംവിധായകൻ പെൺവിഷയത്തിൽ ഇത്തിരി കുഴപ്പക്കാരനായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. പക്ഷേ അത് ഞാൻ മുമ്പ് എനിക്കൊന്നും ഓർമ്മയില്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ എണ്ണ ചേർക്കാനായിട്ട് ചില വീടുകളിൽ ആടിനെ വളർത്തും, കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുട്ടയും മീറയൊക്കെ കൊടുത്ത്, പരുത്തിക്കുരുവൊക്കെ അരച്ചു കൊടുത്ത്, പുളിങ്കുരുവൊക്കെ അരച്ചു കൊടുത്ത് നല്ല സ്റ്റൗട്ടാക്കി നിർത്തിയിരിക്കും, താടിയും ജടയും ഒക്കെ ആയിട്ട്. ഇവനെ എണ്ണ ചേർക്കാനായിട്ട് പെണ്ണാടുകളെ കൊണ്ടുവരും. അപ്പോൾ ഇവൻ ആദ്യത്തെ ആവേശത്തിൽ ഒരു 2-3 മാസക്കാലം പൂന്തി വിളയാടും. അപ്പോൾ ഒരു ആടിനെ ഇണ ചേർത്താൽ 50 രൂപ എന്തോണം വാങ്ങണേ. ഇപ്പോൾ പട്ടികളെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നോട് പലരും ചോദിച്ചു, നമ്മുടെ പാറുവിനെ ഒന്ന് ക്രോസ് ചെയ്യാമെന്ന്. അവന് എനിക്ക് മാമാപ്പണിയില്ല എന്ന് പറഞ്ഞു. പാവമാണ് കേട്ടോ ഒരു കണക്കിന്. ആകെപ്പാടെ ഞാൻ ജീവിതത്തിൽ പാറുവിനോട് ചെയ്ത ദ്രോഹം അത് മാത്രമാണ്. അവൾക്കൊരു ദാമ്പത്യ ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല. എന്തോ എനിക്ക് കൊണ്ടുപോകാൻ ഒരു വീട്ടിൽ പാറുവിനെയും കൊണ്ട് ചെന്നിട്ട് ആ വീട്ടുകാരനോട്, നിങ്ങളുടെ അവിടെയുള്ള പാറുവിൻ്റെ എണ്ണത്തിൽപ്പെട്ട പയ്യനെ ഇറക്കി വിടും, ഇവരും സംബന്ധം കഴിക്കട്ടെ എന്ന് പറയാനൊരു ചമ്മൽ കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത്. ചില നേരത്തെ എനിക്ക് തോന്നും പാവം, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 2-3 മാസം ആട് ഭയങ്കര ആക്റ്റീവായിരിക്കും, ഈ ആണാട്. അത് കഴിയുമ്പോൾ അവന് മടുക്കും, ഈ കലാപരിപാടി മടുക്കും. അപ്പോൾ ദൂരെ നിന്നൊരുത്തൻ ഒരു പെണ്ണാടുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ആട് ആക്ഷൻ കാണിക്കണോടെ കാണാൻ നിന്നുണ്ട് ഒരാൾ പറഞ്ഞു. മടുത്തിട്ട് പണ്ടാരം അടങ്ങാൻ അതാ ഒരുത്തം കൊണ്ടുവരണം നിന്നെ. വല്ല വിധേനയും അതുമായിട്ടൊക്കെ ഇണ ചേർന്നൊക്കെ പറഞ്ഞു വിടുമ്പോഴാണ് അടുത്ത് 2 എണ്ണം കൊണ്ടൊരുത്തം വരണം. ഈ ആട് മൊത്തം ആടിൻ്റെ മൂഡ് പോകും. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന സംവിധായകൻ എൻ്റെ സുഹൃത്താണ്. അയാൾക്ക് മടുത്തു, ഈ സ്ത്രീ വിഷയം മടുത്തു. അപ്പോൾ എത്ര ബോർണായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ഒരു ചെറുപ്പകാലത്ത്. അപ്പോൾ അയാളുടെ പടത്തിലാണ് ഈ പറഞ്ഞ അഭിനേത്രി അഭിനയിക്കാൻ വന്നത്. അപ്പോൾ വാതിൽ മുട്ടല്ലോ, ഫോണിൽ വിളിക്കല്ലോ, സൊള്ളലോ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും വരുന്നില്ല. സഹി കെട്ടപ്പോൾ ഈ അഭിനേത്രി വിളിച്ച് സംവിധായകനോട് പറഞ്ഞു, ഭയങ്കര ബോറടിക്കുന്നു സാറേ, നിങ്ങളൊക്കെ ഇപ്പോൾ എന്താ ശബരിമല ഇപ്പോൾ മാല ഇട്ടേക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞ്, എനിക്ക് മടുത്തു, ഞാനിപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ പിള്ളേരൊക്കെ വലുതായില്ലേ, അവർക്ക് കുട്ടികളായി, ഞാനിതൊക്കെ വച്ച് കെട്ടി എന്ന് പറഞ്ഞു. ഷോ പരമ ബോർ സെറ്റ് തന്നെ. അത് കാര്യമാക്കട്ടെ, അതിനുള്ള ആളിനെ ഒരു വിത്തുകളെ ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേയ് ഇങ്ങനെയാണ് സംഭവം, ഒന്ന് പോയി സഹായിക്കും. ആ പയ്യൻ പോയി സഹായിച്ചു. ആ പയ്യൻ പോയി സഹായിച്ചത് ഇഷ്ടപ്പെട്ടു അഭിനേത്രിക്ക്. സംവിധായകനെ വിളിച്ച് കേൾക്കുക, ഞാനിവനെ കല്യാണം കഴിക്കട്ടെ. കല്യാണം കഴിക്കട്ടെ എന്ന്? നിങ്ങൾക്ക് ഭർത്താവില്ലേ? പിന്നെ നിങ്ങളെക്കാൾ എത്ര വയസ്സുകളായത്, അതുകൊണ്ടാണ് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത്. ഭർത്താവിനാണെങ്കിൽ ഞാൻ കളയാം. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കഥകൾ ഈ സംവിധായകൻ തന്നെയാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഇന്നലെകൾ മറ്റുള്ളവർക്ക് അറിയാമെന്നുള്ള ബോധം സിനിമയിലും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ പരിഹാസ്യരാവും. ഇവിടെ പറയുന്ന കഥയിലെ നായിക എന്ന് പറയുന്നത് മല്ലിയ ചേച്ചിയാണ്. എന്തൊക്കെ വാക്യുവാ പറഞ്ഞാലും, ഈ അടുത്ത കാലത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്യുവാ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യസന്ധമായി പറയണം. എനിക്കവരെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെ എന്തെങ്കിലും ഒരു സഹായം കിട്ടാനുമില്ല. പൃഥ്വിരാജിൻ്റെയോ ഇന്ദ്രജിത്തിൻ്റെയോ ഒരു ഡേറ്റ് ചേച്ചി വാങ്ങിത്തരുമോ എന്ന് ഞാൻ ചോദിക്കുകയില്ല, പട്ടിണി കിടന്ന് ചോദിക്കില്ല. പക്ഷേ എനിക്ക് അവരെ ഇഷ്ടമാണ്. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് മല്ലിയ ചേച്ചിയെ ഇഷ്ടമാണ്. ഞാൻ അവരെ ഒരിടത്തും മോശക്കാരിയാക്കി പറഞ്ഞിട്ടില്ല, പറയില്ല. പറയാൻ ഒരുപാടുണ്ട് എൻ്റെ കൈവശം. പക്ഷേ
എനിക്കവരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയില്ല. അതാണ് സത്യം. എന്നോടൊപ്പം വലയം എന്ന എൻ്റെ ആദ്യത്തെ സീരിയൽ 2 വർഷത്തിലധികം സഹകരിച്ച അഭിനേത്രിയാണ് മല്ലിക ചേച്ചി. ഈ അടുത്ത സമയത്ത് എനിക്ക് അവർ അയച്ച ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നു, വലയത്തിൽ ഞാൻ നായികയായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വലയത്തിലെ നായിക ആയിരുന്ന മല്ലിക ചേച്ചി എന്ന് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയരുത്, ഞാനൊരു അമ്മ വേഷമാണ് അതിൽ ചെയ്തത് എന്ന് ചേച്ചി പറഞ്ഞു. എന്തിനാണ് ചേച്ചി അത് തിരുത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയും, ഞാൻ ചെയ്ത 300 എപ്പിസോഡിൽ ശിവജി ചേട്ടൻ, ഇവരുടെ ഭർത്താവായി അഭിനയിച്ച ശിവജി ചേട്ടനായിരുന്നു നായകൻ, മല്ലിക ചേച്ചിയായിരുന്നു നായിക. മറ്റേതൊക്കെ സൈഡ് റോളുകളെന്നേ ഞാൻ പറയും. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് വലയം നേടിക്കൊടുത്ത കുടുംബ സ്വീകാര്യത, വലയം കഴിഞ്ഞതോടെ അവർ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കളഞ്ഞു എന്ന് മാത്രമല്ല, എന്നെ പറയാൻ കിട്ടിയിടത്തൊക്കെ ഇകഴ്ത്തി. പക്ഷേ എനിക്കവരെ എന്നാലും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ചിലരൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു ഫിലിം ഫെസ്റ്റിവലിന്, 2 വർഷം മുമ്പുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലിന് മഹാനായ സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെ ആയ ഒരു, ഞാൻ 100%, 101% ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മഹാമനുഷ്യൻ, കുറേ ക്യാമറകളും കുറേ ആളുകളെയും കണ്ടപ്പോൾ ഇളകിയല്ലോ, എന്നെ ഇട്ട് ഒന്ന് ആക്കാൻ നോക്കിയല്ലോ. അദ്ദേഹം കരുതിയത് എൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനം ചെയ്ത സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ആ സെറ്റിൽ ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പിണങ്ങേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം കരുതി ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് ഇത്രയും ക്യാമറ, ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ തിരിച്ച് ഇയാളും ദിനേശും ഷൗട്ട് ചെയ്ത് സംസാരിക്കും, അങ്ങനെ അതൊരു ഇഷ്യൂ ആക്കാം. കാരണം ഞാൻ അവിടുത്തെ ഗസ്റ്റാണ്, ഗസ്റ്റായ എന്നെ ദിനേശ് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു പത്രസമ്മേളനം നടത്താനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കിയതാണ് പുള്ളി. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ റിവേഴ്സ് അടിച്ചു. പുള്ളി പറയുന്നത് മുഴുവൻ ഒരക്ഷരം അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം കാറിൽ കയറി പോകാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയി, ബഹുമാനത്തോടെ പോയി. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി. അങ്ങനെ 4 പ്രാവശ്യം അദ്ദേഹം തിരിച്ചു പോയപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി പോകില്ല എന്ന്. അവസാനം 5ാമത്തെ പ്രാവശ്യമാണല്ലോ അദ്ദേഹം വന്ന് കാറിൽ കയറിയിട്ട് എന്താ പറഞ്ഞു, മേലാൽ എൻ്റെ പേര് ഉപയോഗിച്ച് പോരുന്നൊക്കെ പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് പകയില്ല കേട്ടോ, അദ്ദേഹത്തോട് നീരസവും ഇല്ല. എന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്നുമില്ല. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആവില്ല, അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇരകളെ കിട്ടണം. ഈ അടുത്ത കാലത്ത് കാസർഗോട്ടുള്ള ഒരാൾ, മുകുന്ദൻ എന്ന് പറഞ്ഞൊരാൾ, എന്നെ നല്ല ബന്ധം, എല്ലാ ദിവസവും എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആളാണ്. സാറേ ഞാൻ 3 വരെ പഠിച്ചിട്ടുള്ളൂ സാർ, പെയിൻ്റ് അടിച്ച് ജീവിക്കുന്ന ആളാണ് സാർ, ഞാൻ കോൺഗ്രസ്സാണ് സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും മുകുന്ദൻ, കാസർഗോട്ടുകാരൻ. അയാൾ ഈ പറഞ്ഞ മഹാമേരുവായ മനുഷ്യനെ വിളിക്കും. അപ്പം നിങ്ങളിവരുടെ പിണക്കം തീർന്നില്ലേ എന്ന് ഒരു ദിവസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന്, അവൻ്റെ കാര്യം ഇതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാമോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല അന്ന് ചൂടായതെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. അപ്പോൾ എന്നോട് മുകുന്ദൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ കളാ സാറേ. ഞാൻ പറഞ്ഞു ഞാൻ എന്നേ കളഞ്ഞു, പക്ഷേ അദ്ദേഹമായിട്ട് ഇനിയൊരു റീയൂണിയൻ ഇല്ല. കാരണം അത്രയ്ക്ക് എന്നെ നോവിച്ച ആളാണ് ഞാൻ. ഒരു അക്ഷരം കൊണ്ടുപോലും ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. എന്നെ പരസ്യമായി ഇത്രയും ക്യാമറയും ആൾ നിന്നപ്പോൾ കളിയാക്കിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത സ്ഥിതിക്ക്, ഗെറ്റ് ഔട്ട് അടിച്ച സ്ഥിതിക്ക് അത് ഒരുപാട് പേര് ആഘോഷിക്കുകയും ചെയ്തു. ദിനേശിനെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഞാൻ ആർക്ക് ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള അവസരം ഉണ്ടാക്കി നിന്നു കൊടുക്കുന്ന ആളല്ല. എന്നെ ഇന്ന് ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് കണ്ടാൽ ഞാൻ ഇന്നലെ പോകുന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വലിയ മഹാമേരുവായ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ ഒരു സുഹൃത്തായ സംവിധായകൻ ബെന്നി ആശംസയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നോട് ചോദിച്ചു, ബെന്നി ചോദിച്ചു, ദിനേശ് എനിക്കൊരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് എടുക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെന്ത്, വാ നമ്മളെ സാറല്ലേ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയെടുത്ത് വെച്ചാണ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചത്. ഒരുപാട് ചീത്ത പറഞ്ഞത്, അത് കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, വലയത്തിൽ നമ്മുടെ സിനിമാ നടൻ അശോകൻ, ജയകൃഷ്ണൻ, ആനന്ദ്, സത്താർ, യദുകൃഷ്ണൻ ഒക്കെ എന്താ പറയുക വലയത്തിലുണ്ടായിരുന്നു. എന്നാലും ശിവജി ചേട്ടൻ തന്നെയാണ് വലയത്തിലെ നായകൻ. ശോഭാമോഹനും മായമൗഷമിയും ഷീജയും മീനാക്ഷിയും പ്രിയങ്കയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മല്ലിക ചേച്ചി തന്നെയാണ് വലയത്തിലെ നായിക. അതുപോട്ടെ, പൃഥ്വിരാജിനെ പറ്റി എന്തോ പറഞ്ഞതിന് പറയാനുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ ഓക്കെ അല്ല എണ്ണ, അതാണ് ചേച്ചി ചൊടിപ്പിച്ചത്. അതിനാണ് ചേച്ചി എന്നെ ഈ ചീത്തയൊക്കെ പറഞ്ഞത്. മല്ലിക ചേച്ചി എനിക്കിട്ട് 4 പറഞ്ഞു, ഞാനതിന് തിരിച്ച് 10 പറഞ്ഞു.
അത് കണ്ട ചേച്ചി എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. 2 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ ദിനേശിൻ്റെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന വിചിത്ര ന്യായമാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ തർക്കിക്കാൻ പോയില്ല. കാരണം എനിക്ക് മല്ലിക ചേച്ചിയെ ഇഷ്ടമാണ്. പിന്നെന്താന്ന് വെച്ചാൽ പഴയ കോടമ്പക്കം ജീവിതത്തിൻ്റെ കുറച്ച് സ്വഭാവം ചേച്ചിയുടെ രക്തത്തിൽ കലർന്ന് കിടപ്പുണ്ട്. അതാണ് പ്രശ്നം. ഇത്തിരി പൊങ്ങച്ചം, ഇത്തിരി ദോഷമല്ലാത്ത കള്ളങ്ങൾ ഒക്കെ ചേച്ചി പറയും. കൈനേരി കുടുംബം, എൻ്റെ സുഖേട്ടൻ, സൈനിക സ്കൂളിൽ പഠിച്ച എൻ്റെ മക്കൾ, മയോ ക്ലിനിക്കിലുള്ള എൻ്റെ സാഹിത്യകാരനായ ജ്യേഷ്ഠൻ, ഇതൊക്കെ ചേച്ചി ഇങ്ങനെ അടിക്കും. അതൊക്കെ ചേച്ചിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട്. അതൊന്നും കള്ളവുമല്ല. കേൾക്കുന്ന നമുക്ക് തോന്നുന്നതാണ് ഇതൊക്കെ അല്പത്തരങ്ങളാണ് എന്നത്. ചേച്ചിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവില്ല. നമ്മളൊക്കെ 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം രസകരമാണത്. 1000 വിലയിട്ട് നമ്മൾ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കും ഇല്ലേ? 100 രൂപയ്ക്ക് എടുത്ത ഉടുപ്പാണെങ്കിൽ ഞാൻ പറയും 1000 ആയി, റൈമണ്ടിയിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ പറയുമല്ലോ. എന്നാൽ മല്ലിക ചേച്ചി തിരിച്ചാണ്. ചേച്ചി 3000 രൂപയുടെ 10 സാരി ഒരു തവണ സെറ്റിൽ വന്നപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ഉടുക്കാനായിട്ട് കൊണ്ടുവന്നു. നല്ല ഭംഗിയുള്ള ഈ ഡ്രസ് സെലക്ഷനൊക്കെ സമ്മതിക്കണം മല്ലിക ചേച്ചി. എന്ത് ഭംഗി! ഇതെന്താ വില എന്ന് സിന്ധു അടക്കം ചോദിച്ചു. ചേച്ചി ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു, 10 എണ്ണത്തിന് 3000 രൂപ. 30,000 രൂപ ആയ സാധനത്തിനാണ് പറഞ്ഞത്. 10 എണ്ണം 3000 രൂപ. അപ്പോൾ സിന്ധു അതിശയപ്പെട്ടു. ഷോ, ഒരെണ്ണം 300 രൂപയെന്ന് ചോദിച്ചു. ഇതെവിടുന്നാണ് ചേച്ചി എന്ന് ചോദിച്ചു. നന്ദൻകോട്ട് ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ പുതിയ കട വന്നിട്ടുണ്ട്. മോക്ക് വേണമെങ്കിൽ നമുക്കൊരു ദിവസം പോയി എടുക്കാം എന്ന് പറഞ്ഞു. ചേച്ചി ഡ്രസ്സ് മാറാനായിട്ട് പോകുമ്പോൾ കേട്ടു നിന്ന മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ സാരികളിൽ തപ്പി ഒരു സാരിയിൽ നിന്ന് ഒരു സ്റ്റിക്കർ ഇളക്കിയെടുത്ത് കാണിച്ചു. 3000 രൂപയെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ചേച്ചി പറയുന്നത് 300 രൂപയെന്നാണ്. അതെന്താണ് ചേച്ചി തിരിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ സ്വഭാവം അനുസരിച്ച് 3000 രൂപയ്ക്ക് എടുക്കുന്ന സാരി 30,000 എന്നാണ് പറയുന്നത്. പക്ഷേ ചേച്ചി 3000-ൻ്റെ സാരി 300 എന്നേ പറയും. സെറ്റിലൊരു നാൾ ചേച്ചി പുതുതായിട്ടെടുത്ത ഹോണ്ട സിറ്റി ഒരു കറുത്ത കാറുമായിട്ട് സെറ്റിൽ വന്നു. ചേച്ചി ഇതൊക്കെ മറന്നിരിക്കുക. ഞാനിതൊന്നും മറക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. എങ്ങനെയുണ്ട് സാറേ എന്ന് ചേച്ചി ചോദിക്കുന്ന മുഖത്തെ ചിരി കണ്ടാൽ ഓണക്കോടി കിട്ടിയ അനാഥ കുട്ടിയുടെ സന്തോഷം കാണാം ആ മുഖത്ത്. അത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ചോദിച്ചത്. എങ്ങനെയുണ്ട് സാറേ എൻ്റെ കാറ്? ഹോണ്ട സിറ്റി നല്ല രസമുള്ള കാറായിരുന്നു. ചേച്ചിയുടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് ചോദിച്ചാൽ വിവാദങ്ങളുടെ കെട്ടഴിച്ചിടുക. അതിൽ പറയുന്നവർ തിരിച്ച് ചേച്ചിയെ നന്നായി 4 പറയും. അപ്പോൾ ചേച്ചി ഒന്നടങ്ങും. പുലി കുതിക്കാനാണ് അടങ്ങുന്നതെന്ന് പറയുമ്പോൾ ചേച്ചി ഒന്ന് അടങ്ങും. ചേച്ചി പ്രായമേറി വരുന്നു. മക്കളാണെങ്കിൽ സജീവമായി നിൽക്കുന്ന ഫീൽഡാണ് സിനിമ. അവർക്ക് പാരയാകുന്നതൊന്നും ചേച്ചിയിൽ നിന്നും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്. എന്നെ നായർ ബെൽറ്റ് ഒതുക്കുന്നു, എന്നെ ഫീൽഡ് ഔട്ടാക്കാൻ യോഗം കൂടുന്നു. മഹാസുബേയർ മാന്യനാണ്, അയാൾ നിസ്സഹായനായിപ്പോയി. എന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പുല്ലേ മാത്രം ഞാൻ തട്ടിക്കയറും എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറും. തൻ്റെ വഹിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന എന്നോടാ കളി എന്നൊക്കെ ഒരു നാൾ സിനിമാക്കാരോട്, പ്രത്യേകിച്ച് നായന്മാരോടുള്ള കലി മുഴുവൻ എൻ്റെ മുന്നിൽ കുടഞ്ഞിടുകയാണ് മഹാനായ ഒരു നടൻ. നിങ്ങൾ പോലും ആ ബെൽറ്റിൽ വീണുപോയി എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇനിയിപ്പോൾ ആ ഇളയ ഇറക്കൻ തോക്കോ വാളോ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഇതും കൂടെ കേൾക്കുമ്പോൾ വല്ലതും പറയുന്നത് എൻ്റെ കൂടെ പറഞ്ഞാണ് ചേട്ടൻ. നിങ്ങൾ പോലും ആ ബെൽറ്റിൽ വീണുപോയി, നായർ ബെൽറ്റിൽ വീണെന്ന്. NSSനെ പോടാവില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിലെ കരയകുത്തിലെ അംഗത്വം അമ്മയുടെ പറഞ്ഞു, അതിൻ്റെ വാർഷിക വരിസംഖ്യ വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് NSS ആവശ്യമില്ല, വാർഷിക വരിസംഖ്യ തരില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചു, NSS ഇല്ലെങ്കിലും നടന്നില്ലേ. അത് NSSനോടുള്ള എതിർപ്പല്ല, NSSൻ്റെ തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്ന ചെറ്റത്തരം കൊണ്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാത്തത്. എന്നോടാണ് പറയണത്, ഇയാളും ഇദ്ദേഹവും നിങ്ങളും ആ എന്താ പറയുക നായർ ബെൽറ്റിൽ ചേർന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചോട്ട് നിന്നേ ഉള്ളൂ. ഗുണ്ടയാണ് നിങ്ങളുടെ നേതാവ് ആര്? ബി ഉണ്ണികൃഷ്ണൻ. ചെന്നായാണ് എൻ്റെ വേഷങ്ങൾ തട്ടിപ്പറിക്കുന്നത്. ചെന്ന എന്ന് പറഞ്ഞാൽ നെടുമുടി വേണേന് പറയുന്നത്, ചോര കുടിക്കുന്ന പറഞ്ഞേ. ഞാൻ ആരോടൊപ്പമെല്ലാം സഹകരിക്കണമെന്ന് ഒരു ഗുണ്ടയും പറയണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടപ്പാക്കും. ചേട്ടൻ ഭയങ്കര ഷൗട്ട് ചെയ്താൽ സംസാരിച്ചേ.
എല്ലാം കേട്ടിരുന്ന ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ 2 പിള്ളേർ ഈ ഫീൽഡിൽ വളർന്നു വരുന്നു. ചേട്ടനെ ഒഴിവാക്കിയ ചേട്ടൻ്റെ ജാതിക്കാരനായ സംവിധായകൻ, ചേട്ടൻ്റെ ഒരു മോന് തൻ്റെ സിനിമകളിലൊക്കെ നല്ല വേഷങ്ങൾ നൽകുന്നു. മറ്റേ മോൻ ശബ്ദം വിറ്റ് ജീവിക്കുന്നു. എന്തിനാ ചേട്ടാ പിള്ളേരുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്നത്? ഒരു നേതാവിനെ ഗുണ്ട എന്ന് വിളിച്ചാൽ അയാൾ മറുപടി പറയാത്തത് ഒരിക്കലും പേടിച്ചിട്ടല്ല ചേട്ടൻ്റെ പ്രായത്തെ ബഹുമാനിച്ചിട്ടാണ്. ചേട്ടൻ ചെന്നായി എന്ന് വിളിക്കുന്ന ആ നടനുണ്ടല്ലോ, തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. ചേട്ടൻ സിനിമയിൽ എത്തിച്ചുവെന്ന് ചേട്ടൻ തന്നെ പറയുന്ന കക്ഷി, അതായത് ലോഹിതദാസ്, ചേട്ടൻ പറയുന്ന വേഷം ചേട്ടൻ ഒരിക്കലും ചെയ്ത് ഫലിപ്പിക്കാനാവില്ല എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. ഹിസൈനസ് അബ്ദുള്ളയിലെ രാജാവായിട്ട്, മഹാരാജാവായിട്ട് നെടുമുടി വേണു ചെയ്ത വേഷം തിലകൻ ചേട്ടൻ വച്ചിരുന്നതാണെന്നും അത് നെടുമുടി വേണു എന്ന് പറഞ്ഞാൽ ചെന്നായി വെട്ടിപ്പിടിച്ചതാണെന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. പക്ഷേ ലോഹിതദാസ് പറയുന്നത് ഹിസൈനസ് അബ്ദുള്ളയിലെ ആ തമ്പുരാനാകാൻ ഒരു കാരണവശാലും നെടുമുടി വേണുവിനല്ലാതെ മറ്റൊരാളിന് കഴിയില്ല, ഞാൻ തിലകൻ ചേട്ടനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടൻ്റെ എന്താ പറയുക, ആ കോംപ്ലക്സ് മേസരി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കാം, അദ്ദേഹം അത് വകവച്ചില്ല. എന്തിനാണ് ഇങ്ങനെ നിഴലിനോട് യുദ്ധം ചെയ്ത് പിള്ളേരുടെ ഭാവിയെ ഇല്ലാതാക്കുന്നത്? ചേട്ടൻ്റെ ജാതിക്കാരൻ സംവിധായകൻ ചേട്ടൻ്റെ മോനിന് അവസരം നൽകുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവസരം കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടന്നവന്മാർ ചാട്ടനെ ഞാൻ ഇനിയും പറയും എന്നാണ് തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഈ പറഞ്ഞ ചേട്ടൻ്റെ ശൈലിയല്ല വലിയ ചേച്ചിയുടേത്. പക്ഷേ അനാവശ്യ വിവാദ നായികയാകുന്നതിനി ഫലത്തിൽ മക്കൾക്കെ ബാധിക്കുമെന്ന് ചേച്ചി മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും വിശദമായി പറഞ്ഞത്. മല്ലിക ചേച്ചി ഇപ്പോൾ 2 പേർക്കെതിരെ ഓരോ വിവാദങ്ങളുടെ വെടിപൊട്ടിച്ചിരിക്കുകയാണ്. 2 പേരും പലതരത്തിൽ പറഞ്ഞ് 2 പേരെ പറ്റിയും ചേച്ചി പറഞ്ഞ വർത്തമാനം കേട്ട് അത് പലതരത്തിൽ പലരും പല രീതിയിൽ കേട്ടു എന്ന് അവരുടെ മറുപടികൾ കാണുമ്പോൾ അറിയാം. പശുവും ചത്തു മോറിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ കണക്ക് കഴിഞ്ഞതിലൊക്കെ കയറി അലക്കി ചേച്ചി വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 മേജർ രവി, 2 കുക്കു പരമേശ്വരൻ, ഇവരെ 2 പേരെ കുറിച്ചാണ് ഇപ്പോൾ ചേച്ചി സംസാരിക്കുന്നത്.